ഞാനിപ്പോൾ വന്ന എന്തിനാണെന്നറിയോ? ഒരു കാര്യം പറയാനാണ്. എൻ്റെ അടുത്തൊരു സാധനം ഉണ്ട്. ഇതാ, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊരു പേപ്പറല്ലേ എന്നല്ലേ? അത് വെറും ഒരു പേപ്പറല്ല. വിലമതിക്കപ്പെടാനാവാത്ത ഒരു അറിവ് ഞാനിതിൽ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ? ഞാൻ പറയണേ. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഈ ദുനിയാവിൽ നമ്മൾ വീട് വെക്കുന്നവരാണ് അല്ലേ? സ്ഥലം വാങ്ങുന്നവരാണ് അല്ലേ? എങ്കിലും നമ്മളിത് നിർബന്ധമായും കേൾക്കണം. എന്നാ കേട്ടോളി. നമ്മൾ അയൽവാസികളുമായിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അത് അതിരുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ മതിൽ കെട്ടുമ്പോഴായിരിക്കും അല്ലേ? മതിൽ കുറച്ച് അങ്ങോട്ട് കൂട്ടിക്കെട്ടാൻ നോക്കും ചില ആളുകൾ, കുറച്ചും കൂടി സ്ഥലം കിട്ടാനേ. അപ്പോൾ തല്ലും വക്കാണുണ്ടാവും. എല്ലായിടത്തും ഒരു പതിവാണത്. അതിരിന് അടയാളം വെക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് കൂട്ടി വെക്കുക, സ്ഥലം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളോടാണ് ഞാൻ ഇന്ന് പറയുന്നില്ലേ, വെറുതെ അതിരിൻ്റെ പേരിൽ മതിൽ കെട്ടുമ്പോൾ തല്ലും വക്കാണം കൂടുന്ന ചില മനുഷ്യന്മാരെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. നിങ്ങളിതൊന്ന് കേട്ടോ കാണി. അള്ളാന്റെ റസൂല് പറഞ്ഞു, മനിക്ക് തത്ത അശിബിറം മിനൽ അർളി ലുൽമൻ തവ്വക്കഹുല്ലാഹു ഇയ്യാഹു യൗമൽ ഖിയാമ മിൻ സബഇ അർളീൻ. കേട്ടോളിങ്ങള്. മനിക്ക് തത്ത വല്ല ഒരുത്തനും കൈവശപ്പെടുത്തിയാൽ, അവകാശപ്പെടുത്തിയാൽ, പിടിച്ചെടുത്താൽ, ശിബിറൻ ഒരു ചാണ്, കൂടുതലൊന്നല്ല, ഒരു ചാണ് മതി, അത് വല്ലൊരുത്തനും പിടിച്ചെടുത്താൽ, മിനൽ അർളി മറ്റൊരാൾക്ക് അവകാശപ്പെട്ടവന്റെ ഭൂമിയിൽ നിന്ന്, മറ്റൊരാൾക്ക് അവകാശപ്പെട്ടവന്റെ സ്ഥലത്തിൽ നിന്ന് അനധികൃതമായിട്ട് വല്ല ഒരുത്തനും ഒരു ചാൺ പിടിച്ചെടുത്താൽ, ലുൽമൻ അക്രമിയായിട്ട്, അക്രമത്തോടുകൂടി, തൗവക്കഹുല്ലാഹു ഇയ്യാഹു അങ്ങനെ അവൻ ചെയ്താൽ അള്ളാഹു അവന്റെ കഴുത്തിൽ ചാർത്തിക്കൊടുക്കും. എപ്പോഴാ ചാർത്തിക്കൊടുക്കാന്നറിയോ? യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. കേട്ടോളിം. മിൻ സബഇ അർളീൻ 7 ഭൂമികളിൽ നിന്ന് അവന്റെ പിരടിയിൽ ചാർത്തിക്കൊടുക്കും, വെച്ച് കെട്ടിക്കൊടുക്കും. അതൊക്കെ പാടജാൻ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളിയും, മറ്റൊരാൾക്ക് അവകാശപ്പെട്ട സ്ഥലം അതൊരിക്കലും നമ്മൾ പിടിച്ചെടുക്കരുത്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ അറിവ് നിങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കുക. ഓക്കേ?